ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലൊക്കെ കാണാൻ പറ്റുന്ന ചില പ്രത്യേകതരം മനുഷ്യന്മാരുണ്ട്. ഇവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പോകും. ഇതിന് ഫസ്റ്റ് സെറ്റ് ഓഫ് ആളുകൾ, ഇവരെ നമുക്ക് തീർത്ഥാടകർ എന്ന് വിളിക്കാം. ഇവർക്ക് കണ്ണിന് യാതൊരു പ്രശ്നവും കാണില്ല. എന്നാലും ഈ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ പോകുന്ന പോലെ എല്ലാ ആഴ്ചകളിലും ആശുപത്രി വന്നില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഇവര് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കണ്ണിനുള്ള ചൊറിച്ചിൽ. ഒരു മാറ്റമില്ല. മുഖത്തെ ആ ഒരു ഭവ്യതയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാവും ഇവർക്ക് ശരിക്കും ചൊറിച്ചിൽ തന്നെയാണ് പ്രശ്നം. ഇനി വേറൊരു സെറ്റ് ഓഫ് കാറ്റഗറി ഉണ്ട്. മാട്രിമണിയുടെ പൈസ ലാഭിക്കാൻ വേണ്ടി വരുന്ന കുറെ മ്യാമന്മാരും മ്യാമികളും. വിവാഹപ്രായമായി എന്ന് തോന്നിക്കുന്ന യുവതികളെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ആശുപത്രി പര്യടനം. ഈ കൊച്ചിന്റെ പേരെന്താണ്? ഈ കൊച്ചു പഠിക്കാണോ? ഇവരുടെ മക്കൾക്കോ ഇവരുടെ മക്കളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഇവർക്ക് യാതൊരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് വരെ ആശുപത്രിയിൽ കാണാൻ കൊള്ളുന്ന സ്റ്റാഫുകളെ എല്ലാം ഇവർ കല്യാണം ആലോചിക്കും. മനസ്സിലായി. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന ചോദ്യത്തിൽ തുടങ്ങിയിട്ട് മോളുടെ ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന ചോദ്യത്തിൽ അവസാനിക്കുന്ന ഒരു പ്രത്യേക തരം കെയറിങ് ഇവരിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കാറ്റഗറി മെയിൽ സ്റ്റാഫിനെ മൈൻഡ് പോലും ചെയ്യില്ല. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാണ്. അടുത്തൊരു സെറ്റ് ഓഫ് ആളുകളുണ്ട്. മധ്യവയസ്കരൊക്കെ ആയി, എന്നാലും അവർക്ക് അവരുടെ പ്രായം അംഗീകരിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 40 വയസ്സൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഈ അടുത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇവർക്ക് കണ്ണട കൊടുക്കുന്ന സമയത്ത് ആ പ്രായത്തിന് വേണ്ട പവറാണ് കണ്ണടയിൽ കൊടുക്കുക. ഇവരോട് നമ്മൾ പ്രായം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേഡീസ് നമ്മുടെ ചേച്ചിമാര് ചിലർ കുറച്ച് പ്രായം കുറച്ച് പറയും, കുറച്ച് തലമൂത്ത കാരണവന്മാരുണ്ട്. ഇവരോട് പ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊരു 4-5 വയസ്സ് കൂട്ടിയും പറയും. അവര് പറഞ്ഞ പ്രായത്തിനനുസരിച്ചുള്ള പവർ ഇട്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് വായിക്കാൻ പറ്റാണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. പിന്നെ നമ്മളൊരു ഫോർമാലിറ്റിക്ക് ഇവരോട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. പെട്ടെന്ന് ഇവർക്ക് പറയാൻ കിട്ടില്ല. പ്രായത്തിന്റെ കൂടെ 2-3 വയസ്സ് കൂട്ടിയും കുറച്ചൊക്കെ പറയണ്ടേ, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. അടുത്ത സെറ്റ് ഓഫ് ആളുകൾ ചൊറിയാൻ വേണ്ടി മാത്രം ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. ഡോക്ടറുടെ റൂമിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ അവരുടെ മുന്നിൽ കാണുന്ന ആളുകളെല്ലാം ഇവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഡോക്ടറുടെ റൂമിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാലോ ഇതുപോലെ സത്യസന്ധനും മാന്യനുമായിട്ടുള്ള ഒരു വ്യക്തി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. നമ്മൾ തലകുത്തി മറിഞ്ഞ് ഇവരുടെ കാഴ്ച പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നും വായിക്കാൻ പോകുന്നില്ല. എന്നാൽ ഡോക്ടർ വരുന്നു, അവരവിടെ ഇരുത്തുന്നു, ഏതെങ്കിലും ഒരു ലെൻസ് എടുത്തിരുന്നു, 1 സെക്കൻഡ് കൊണ്ട് ഇവര് മോളിൽ നിന്ന് താഴെ വരെ പുഷ്പം പോലെ വായിക്കും. ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോറിട്ടെ. അപ്പൊ ഡോക്ടർ നമ്മളിങ്ങനെ ഒരു നോട്ടം നോക്കും. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഓക്കെ, ബൈ.